ഹായ് ഹലോ ഗുഡ് ഈവനിങ്. നമ്മുടെ വിഷ്ണുശാലിനിയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വിഷ്ണു നമ്മുടെ ബാറിലിരുന്ന് നന്നായിട്ടൊക്കെ വെള്ളം അടിച്ചിട്ട് അവിടുന്ന് നേരെ അവിടെ നിന്നൊക്കെ ഒരു തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കി അവിടുന്ന് കമലിനെയും കൂട്ടി, അതായത് വിഷ്ണുവിൻ്റെ ഫ്രണ്ട് കമലിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ കമലിനെ പോടാന്നൊക്കെ പറഞ്ഞ് വിട്ടതിന് ശേഷം വിഷ്ണു നേരെ റോഡിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ് വിടുമ്പോൾ തന്നെ ഒരു കാർ വന്ന് ഇടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അന്നേരം കാറ് ഇടിക്കും എന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ തന്നെ നമ്മുടെ വിഷ്ണുവിനെ പിടിച്ച് മാറ്റുന്നുണ്ട് ഒരു സ്ത്രീ. ആ സ്ത്രീ ശരിക്കും ശാലിനിയാണ്. അപ്പോൾ ശാലിനിയും വിഷ്ണുവും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ്. പക്ഷേ വിഷ്ണുവിന് കുടിച്ച് ഈ തലയ്ക്ക് ഒന്നും വെളിവില്ലാത്തത് കൊണ്ട് ശാലിനീന്ന് ആദ്യം വിളിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ വിഷ്ണുവിനൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷേ ശാലിനിയുടെ വണ്ടിയിൽ, ഔദ്യോഗിക വണ്ടിയിൽ തന്നെ വിഷ്ണുവിനെ കയറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്ത് ശാലിനി സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ടും ശാലിനി നേരെ ശ്യാമയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമയോട് പറയുന്നുണ്ട്, ശ്യാമ ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞേച്ചി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ശ്യാമ ആരും കാണാതെയാണ് ഫോൺ എടുക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അത് വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതായത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഈ ശ്യാമയോട് അറിയിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ് നീ ആരും അറിയണ്ട, നീ ഗേറ്റിൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമ ആ ശരി എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആരും കാണാതെ പതുക്കെ ചെന്ന് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ശാലിനി കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ശാലിനി പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വിഷ്ണുവിനെ പതുക്കെ പിടിച്ച് ശ്യാമയും ശാലിനിയും കൂടെ പിടിച്ചിറക്കുകയാണ്. ഇറക്കിയിട്ട് വിഷ്ണു താഴെ നിലത്തൊരു സ്ഥലത്തേക്ക് വീണ് കിടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ താങ്ക്സ് കേട്ടോ, താങ്ക്സ് എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് ശരിക്കും അത് ശാലിനി ആയിരുന്നു. കാരണം ആ ഒരു ശാലിനിയുടെ പേരിലാണ് വെള്ളം അടിച്ചത് മുഴുവൻ. അപ്പോൾ കാണുന്നവരെല്ലാം ശാലിനിയായിട്ടാണ് വിഷ്ണുവിന് തോന്നുന്നത്. അപ്പോൾ ശാലിനിയെ ശരിക്കും ഒറിജിനലായിട്ട് കണ്ടിട്ട് പോലും വിഷ്ണുവിനത് തിരിച്ചറിയാൻ അവൻ്റെ ആ ഒരു ബോധം അവനെ അനുവദിച്ചിട്ടില്ല. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട് ശ്യാമ നീ എങ്ങനെയെങ്കിലും ഒന്ന് അകത്തേക്ക് വിഷ്ണുവേട്ടനെ എത്തിക്കണം, അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന്. അപ്പോൾ പറയും കുഞ്ഞേച്ചി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട, നീ ഇത് ചെയ്തേ പറ്റുള്ളൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞ് ശാലിനി പെട്ടെന്ന് കാറ് കയറി കാറ് റിവേഴ്സ് എടുത്ത് കാറും പോകുന്നുണ്ട്. എന്നിട്ട് ശ്യാമ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സത്യാമ്മ വരുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ വരുമ്പോൾ ചോദിക്കുക എന്താ അവിടെ, അയ്യോ ഇതെന്താ വിഷ്ണു എന്ത് പറ്റിയിടാ നിനക്ക് ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ശ്യാമ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പിള്ളച്ചേട്ടനോട് സത്യാമ്മ പറയുന്നുണ്ട് പോയി പിടിക്ക് പിള്ളേന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ഒന്ന് പിടിക്ക് പിള്ളച്ചേട്ടാന്നൊക്കെ പറഞ്ഞിങ്ങനെ വിടുന്നുണ്ട്. അപ്പോൾ പിള്ള ഓടി ചെന്ന് പിടിക്കുമ്പോൾ പിള്ളയും നമ്മുടെ പൊന്നിയും കൂടെ ചെല്ലുന്നുണ്ട്. അന്നേരം ശ്യാമയും കൂടെ ചേർത്ത് നേരെ അകത്തേക്ക് കൊണ്ടുവന്ന് അകത്ത് സിറ്റ് ഔട്ടിലേക്ക് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രാഘവേട്ട ഇങ്ങോട്ട് വന്നേ ഒന്ന് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാടാ ഇങ്ങനെ എന്തിനാ നീ കുടിച്ചിട്ടുണ്ടോ, നീ എന്താ ഇങ്ങനെയൊക്കെ കുടിച്ച് നശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സത്യമ്മ വഴക്ക് പറയുമ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് ഞാൻ കുടിക്കുന്ന കാരണം അമ്മയ്ക്ക് അറിയത്തില്ല അല്ലയോ, അമ്മ എന്താ അറിയാത്തത്, അമ്മയ്ക്ക് അറിയാം ഞാൻ കുടിക്കുന്ന കാരണം എന്നൊക്കെ പറയുമ്പോൾ ഓ ആ ഒരുത്തിയെ കരുതി നീ കുടിക്കുന്നതാണോ, നിനക്ക് നാണമില്ലേടാ എവിടെയെങ്കിലും കിടക്കുന്ന ഒരുത്തിയെ ഓർത്തു ഇങ്ങനെ വെള്ളം അടിച്ച് ഇല്ലാതാവാനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നീ എന്ത് ഭാവിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സത്യാമ്മ തുടങ്ങുമ്പോൾ തന്നെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് സത്യാമ്മ നീ ഇത് ആര് കേൾക്കാനോ പറയുന്നത്, വെള്ളം അടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ വന്നു നടക്കുന്ന അവനെ ഉപദേശിച്ചിട്ടോ പഴിചാരിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല, നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് ഈ രാഘവൻ നായർക്ക് കുറച്ച് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം സത്യാമ്മ അങ്ങ് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പൊന്നിയോട് പറയുന്നുണ്ട് പൊന്നി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന്. അങ്ങനെ പൊന്നി അകത്ത് പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് നേരെ നമ്മുടെ സത്യാമ്മ എടുത്ത് വിഷ്ണുവിൻ്റെ തലയിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ്. വിഷ്ണു നേരെ സിറ്റൗട്ടിലെ തറയിൽ അങ്ങ് ഇരിക്കുകയാണ്, അങ്ങ് വീണ് പോയത്. ഇരിക്കുമ്പോൾ തന്നെ തലയിലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വിഷ്ണുവിന് ഒരു വീണ്ടും ഏതാന്നൊക്കെ പറഞ്ഞ് ഒന്നും അറിയാത്തത് പോലെ എന്നൊക്കെ പറഞ്ഞൊരു വിഷ്ണുവിനെ വീണ്ടും അവർ പിടിച്ച് മുകളിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് സത്യാമ്മ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താ കഷ്ടം തന്നെയല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ കാറിലേക്ക് തിരികെ പോകുമ്പോൾ കരഞ്ഞാണ് പോകുന്നത്. ശാലിനിക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. പിറ്റേന്ന് രാവിലെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പപ്പിക്കുട്ടി റെഡിയായി. പപ്പിക്കുട്ടിയും പിന്നെ നമ്മുടെ വിഷ്ണുവച്ചനെ പപ്പിക്കുട്ടിയെ കാറിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിൽ വിഷ്ണുവും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കമലനും ഉണ്ട്, വിഷ്ണുവിൻ്റെ ഫ്രണ്ട്. അതിൻ്റെ ബാക്കിലാണ് പപ്പി ഇരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെന്താ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, വിഷ്ണു വെച്ചാൽ ആ കാർ എന്താ ഇങ്ങനെ പോകുന്നത്, ഈ വണ്ടി എന്താ ഇങ്ങനെ പോകുന്നത്, അവരെന്താ ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഭയങ്കര 100 സംശയങ്ങളല്ലായിരുന്നോ, ഇപ്പോൾ പിന്നെ എന്ത് പറ്റി, നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ പപ്പി മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം പപ്പിയുടെ മനസ്സ് മുഴുവൻ തലേ ദിവസം വെള്ളമടിച്ച് പൂക്കുറ്റിയായിട്ട് വന്നതിൻ്റെ വിഷ്ണുവിൻ്റെ ദേഷ്യമാണ്. അപ്പോഴേ എന്നിട്ട് കമലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വിഷ്ണു ആശാനെ നമുക്ക് ഇന്നലെ പോയ സ്ഥലത്ത് ഇന്നൂടെ പോകണം, എനിക്ക് കൈയൊക്കെ വിറച്ച് തുടങ്ങി എന്നൊക്കെ, ഒന്ന് മിണ്ടാതിരിക്കടാ ആദ്യം സ്കൂളിലേക്ക് എത്തട്ടെ എന്നൊക്കെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്. പപ്പിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശാലിനി നമ്മുടെ പിന്നെ സത്യമോളയും കൊണ്ട് വീണ്ടും സ്കൂളിലേക്ക് വരികയാണ്. എന്നിട്ട് സത്യമോളെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് നേരെ ക്ലാസ്സിലേക്ക് വിടുന്നുണ്ട്. ക്ലാസ്സിലേക്ക് വിടുമ്പോൾ പറയുന്നുണ്ട് മോളെ അമ്മയ്ക്കൊരു മുത്തം തന്നിട്ട് പോകുന്ന പോലെ മുദ്ദുകവ് ആണോ എന്ന് ചോദിച്ച് നമ്മുടെ സത്യ പിന്നെ ശാലിനിക്ക് മുത്തം നൽകുന്നുണ്ട്. അപ്പോൾ ഈ മുദ്ദുകവ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്പലത്തിൽ വെച്ച് വിഷ്ണു സത്യയോട് ചോദിച്ചതാണ്
ഒരു മുദ്ദുകവ് തരുമെന്ന്. അപ്പോൾ അതാണ് ശാലിനി ഓർക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി അവിടെ നിന്ന് മോളെ ആക്കിയതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ വിഷ്ണുവോട് വണ്ടി കൊണ്ട് വരുന്നുണ്ട്. ശാലിനി ഒരു മറവിൽ പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങളാണ് വിഷ്ണു വെച്ച് വെള്ളം അടിച്ചിട്ട് വന്നതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പറയും, മോളെ ഞാനല്ല, ദൈവം നിർബന്ധിച്ചിട്ടാണ് ഞാൻ കുടിച്ചതെന്ന് പറയും. അപ്പോൾ കമലൻ പറയും, അതെ ഞാൻ തന്നെയാണ് നിർബന്ധിച്ചത്, ഞാൻ തന്നെയാണ് വിഷ്ണുവശൻ്റെ വാ തുറന്ന് വെച്ച് മദ്യം ഒഴിച്ചു കൊടുത്തത് അതൊക്കെ പറയുമ്പോൾ, എന്നാൽ നിങ്ങളതിൻ്റെ ശിക്ഷ അനുഭവിക്കണമെന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്ത് ശിക്ഷയാണ്? അത് ഏത്ത ഇടണമെന്ന് പറയും. ഏത്ത ഇടാനോ? അതെ. എന്നാൽ ഒരു പ്രാവശ്യം ഏത്ത ഇട്ടു. എനിക്ക് ഒരു പ്രാവശ്യമല്ല ഏത്തം വേണ്ടത്, 100 പ്രാവശ്യം ഏത്ത ഇടണം. 100 പ്രാവശ്യമോ? അപ്പോൾ നമ്മുടെ വിഷ്ണു പറയും, അതേടാ കൊച്ചു കുട്ടികളെ പറയുന്നത്, നീ അങ്ങ് ചെയ്ത് കൊടുത്തേക്കെന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശാലിനി കാണുന്നുണ്ട്. എന്നിട്ട് 100 പ്രാവശ്യം ഏത്തിടുമ്പോൾ നമ്മുടെ പപ്പിയുടെയൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്. എന്താ പപ്പിയുടെ കാര്യം? അതെ, എൻ്റെ വിഷ്ണുവച്ചനെ വെള്ളം അടുപ്പിച്ചിട്ട് ഇയാൾ ഏത്ത ഇടാൻ പറഞ്ഞിട്ട് ഇടുന്നില്ല. എൻ്റെ കൈക്ക് മെനക്കേട് ഉണ്ടാക്കുന്നുണ്ടോ? ഏത്തയിടറോ എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട്, കമലനെ കൊണ്ട് 100 തവണയും ആ കുട്ടികൾ ഏത്തടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ശാലിനി അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് പപ്പിയുടെ തലയിൽ വെച്ച് സത്യം ചെയ്യിക്കുന്നുണ്ട്, ഇനി വെള്ളം അടിക്കത്തില്ല എന്ന്. അപ്പോൾ ഇതാണ് ആ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.